തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകിയതിനെ കളിയാക്കി കളിത്തോക്കയച്ച യൂത്ത് ലീഗിന് അതേ നാണയത്തിൽ മറുപടി നൽകി PV അൻവർ MLA. പരിമിതികൾ മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാൻ ഒരു കൊട്ട നാരങ്ങ ഇരിക്കട്ടെ എന്ന കുറിപ്പിനൊപ്പം ഒരു കുട്ട പച്ച നാരങ്ങയുടെ ചിത്രവും അദ്ദേഹം പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കളിത്തോക്ക് അയച്ചു തന്ന യൂത്ത് ലീഗിന് സ്നേഹപൂർവ്വം ഒരു കൊട്ട നാരങ്ങ തിരിച്ചു കൊടുത്തു വിടുന്നുണ്ട്. പരിമിതി മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാൻ ഇരിക്കട്ടെ. ADGP MR അജിത് കുമാറിനെതിരായ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞാണ് അൻവർ മലപ്പുറം കളക്ടർക്ക് തോക്ക് ലൈസൻസിന് അപേക്ഷ നൽകിയത്. ഇതിന് പിന്നാലെയാണ് പരിഹാസ രൂപേണെ അൻവറിന് യൂത്ത് ലീഗ് കളിത്തോക്കയച്ചത്. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നാണ് CPM നൽകുന്ന സൂചന. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആരോപണ വിധേയരായ ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും സംരക്ഷിക്കുന്ന സർക്കാരിന്റെ അന്വേഷണം പ്രഹസനമാവുമെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് പാർട്ടി ഇടപെടൽ. ഇതിനിടെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ കീഴടങ്ങിയെന്ന് കരുതിയ അൻവർ പോരാളിയുടെ ഭാവത്തിൽ ഇന്നലെ വീണ്ടും രംഗത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് അൻവർ എഴുതി നൽകിയ ആരോപണങ്ങളുടെ പകർപ്പ് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നൽകി കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദൻ വിഷയം അവതരിപ്പിക്കും. ജീവന് ഭീഷണി നേരിടുന്നു എന്ന് പരാതി പറഞ്ഞിട്ടും കേരള സർക്കാരും മലപ്പുറം ജില്ലാ കളക്ടറും അദ്ദേഹത്തിന് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് കളിത്തോക്ക് അയച്ചു നൽകാൻ തീരുമാനിച്ചത്. മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി അൻവർ MLA പറഞ്ഞ പോലീസിനെതിരെയുള്ള മുഴുവൻ ആരോപണങ്ങളും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ടതോടുകൂടി മാറിയിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ പോയതല്ല എന്നും അദ്ദേഹത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി വിളിപ്പിച്ചതാണെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. നിലവിൽ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മറ്റു ഉദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ അവർക്കും കളിത്തോക്ക് അയച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും അമരമ്പലം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് M ബിഷർ പറഞ്ഞിരുന്നു.